ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒട്ടും കയ്പില്ലാത്ത ഒരു ഉപ്പേരിയാണ്, പാവയ്ക്ക ഉപ്പേരി. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരുണ്ടാവും, കയ്പാണെന്നും പറഞ്ഞ് കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും. അവർക്ക് നല്ല ടേസ്റ്റിലുള്ള ഒരു ഒട്ടും കയ്പില്ലാത്ത ഒരു പാവയ്ക്ക ഉപ്പേരിയാണ്. പിന്നെ അതിൽ കൂടെ കുറച്ച് വഴുതനങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പാവയ്ക്ക ഉപ്പേരിയാണ്. പിന്നെ കുട്ടികളാണെങ്കിലും ഇത് കഴിക്കും, അത്രയും ഒട്ടും കയ്പില്ലാത്തതാണ്. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 3 വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം. എന്നിട്ട് പാവയ്ക്കയുടെ ഉള്ളിലുള്ള കുരുവും പിന്നെ ഇതെല്ലാം കളയണം. അതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അതെല്ലാം പിന്നെ രണ്ടാക്കിയതിന് ശേഷം, ഇത് നീളമുള്ള വലിയ പാവയ്ക്ക ആയതുകൊണ്ട് രണ്ടായി കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കളയണത്. ഇതെല്ലാം നല്ലതുപോലെ കളയണം. കുരുവൊന്നും ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിലെ പിന്നെ നാരും പഞ്ഞി പോലത്തെ ഒരു ഇതുണ്ട്, അതും പിന്നെ കുരുവൊക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ കയ്പുണ്ടാവും. കുരുവോടുകൂടെയൊക്കെ ഇതാക്കിയാൽ കയ്പുണ്ടാവുമായിരിക്കും. അതുപോലെ അതെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയതിന് ശേഷം ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് നേരിയതായി കട്ട് ചെയ്തെടുക്കണേന്. ഒട്ടും കട്ടി ഉണ്ടാകാൻ പാടില്ല. ഭയങ്കര എന്തോരം നേരിയതാക്കാൻ പറ്റും അത്രയും കട്ടി കുറച്ച് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ എന്നാലാണ് ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വഴുതനങ്ങയും എടുത്തിട്ടുണ്ട്. ഒരു 3-4 വഴുതനങ്ങ, ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച്, വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ കുറച്ച് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട്, പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കുഞ്ഞി പീസ് ഇഞ്ചി, ചെറിയ 2-3 കഷ്ണം പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട്, പിന്നെ ഒരു 3 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, അത് എരിവൊന്നുമില്ലാത്ത. അത് നടുവൊന്നും പിളരണ്ട, അല്ലാതെ തന്നെ അതിലേക്ക് ഇട്ടാൽ മതി. അത് വെന്ത് വരുമ്പോൾ എരിവ് വന്നോളും. അത് എരിവില്ലാത്തതാണ്. അതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് എന്ന് വെച്ചാൽ ഇടിച്ച മുളകും, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നല്ല കളറും ഉണ്ടാവും, എരിവും കുറവായിരിക്കും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കറി മസാല ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുളക് പൊടിയൊക്കെ ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരണം. അതൊക്കെ നന്നായി ഒന്ന് വഴണ്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ ഇടേണ്ട ആവശ്യമില്ല. വഴുതനങ്ങ ഇല്ലാതെ തന്നെ പാവക്ക വെച്ച് തന്നെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം, ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ. വഴുതനങ്ങ ഇഷ്ടമുള്ളവരും 2-3 വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതും കൂടി ഇട്ടതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വഴുതനങ്ങ കൂടി ഇടുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വഴുതനങ്ങ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ ഇടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് മൂടി വെക്കരുത്. അത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറഞ്ഞ തീയിലിട്ടിട്ട്, ഒട്ടും ഫ്ലെയിം കൂട്ടി വെക്കരുത്. പിന്നെ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ഇത് അടിയിൽ പിടിക്കും. പിന്നെ നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് മൂടി വെക്കരുത്. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ആവി വെള്ളമൊക്കെ വന്ന് കയ്പ്പ് കൂടും. അപ്പോൾ കയ്പ്പ് പോകാൻ വേണ്ടിയാണ് ഇത് തുറന്ന് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതെല്ലാം വെന്ത് അധികം നേരം ഒന്നും വേണ്ടത് വേകാനായിട്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു പാവയ്ക്ക ഉപ്പേരിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിനൊട്ടും കയ്പില്ല. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ, വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു
നല്ലൊരു കറിയാണ്. കറി വേറെ ഒന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടി തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയൊരു പാവയ്ക്ക ഉപ്പേരിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.